എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാകുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികൾക്ക് ഭരണ അനുമതി ലഭിച്ചിരിക്കുകയാണ്. വൃക്ക തകരാർ സംഭവിച്ച മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാരായിട്ടുള്ള രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം 1200 രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കുന്നതാണ്. വൃക്ക കരൾ രോഗങ്ങൾ ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി 5 വർഷം വരെ സമാശ്വാസം 2 പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപ നിരക്കിൽ സഹായം അനുവദിക്കുന്നതാണ്. ഹീമോഫീലിയയ്ക്കും അനുബന്ധ രോഗങ്ങൾക്കും ബാധിച്ചവർക്ക് സമാശ്വാസം 3 പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട BPL വിഭാഗക്കാരായിട്ടുള്ളവർക്ക് സമാശ്വാസം പദ്ധതി 4 പ്രകാരം 2000 രൂപ നിരക്കിലും ധനസഹായം ലഭിക്കുന്നതാണ്. 2025 ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുന്നത്. ഈ പദ്ധതിയിൽ തുടർ ധനസഹായം ലഭിക്കുവാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരി ജൂൺ മാസങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളും ഫോൺ നമ്പർ അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഹെഡ് ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.